കോട്ടപ്പടി വാവേലിയിൽ പുതുതായി സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിംഗ് കൂടുതൽ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം തകർത്തു. കഴിഞ്ഞ രാത്രി വാവേലി ഭാഗത്ത് 10ഓളം ഫെൻസിംഗ് തൂണുകളാണ് ആനക്കൂട്ടം തകർത്തത്. ആനകൾ വീടുകൾക്ക് സമീപമെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയും ചെയ്തു. ഫെൻസിംഗ് സംബന്ധിച്ച പരാതി പറയുമ്പോൾ കൈയൊഴിയുന്ന വനവകുപ്പിന്റെ നടപടിയിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. കോട്ടപ്പാറ വനാതിർത്തിയിൽ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് അടിക്കടി ആനക്കൂട്ടം തകർക്കുന്നത്. കഴിഞ്ഞ രാത്രി വാവേലി ഭാഗത്ത് മീറ്ററുകളോളം നീളത്തിൽ ഫെൻസിംഗ് തകർത്തു. തൂണുകളും കമ്പിലൈനുമെല്ലാം നിലംപൊത്തിയിരിക്കുകയാണ്. ഫെൻസിംഗ് തകർത്ത ആനക്കൂട്ടം ജനവാസ മേഖലകളിലുമെത്തി. വീടുകൾക്ക് തൊട്ടടുത്തുവരെ ആനകളെ കണ്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തു. മരം മറിച്ചിട്ടതുമൂലം വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. 9 മണിയോടുകൂടിയാണ് ആന വന്നത്. നമുക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒരു സമാധാനമില്ല, നമുക്ക് വീട്ടിൽ ജീവിക്കാനും. പിന്നെ എന്നാ വെച്ചാൽ എനിക്ക് വീട്ടിലേക്കുള്ള കറണ്ട് വരെ പോയായിരുന്നു. രാത്രി ഇന്നൊരു രാവിലെയാണ് കറണ്ട് വരെ കിട്ടി. രാത്രി ഈ പിള്ളേരും വെച്ചിട്ട് ഇവിടെ കിടക്കാനും പേടിയാണ്. ഈ ആന എന്ത് ചെയ്താൽ ഓടിച്ചിട്ട് പോകണ്ടായില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തൊരു മരണാവശ്യം ഉണ്ടായിരുന്നു. അവിടം വരെ പോകാനുള്ള പേടിച്ചിട്ട് അവിടം വരെ പോകാനും പറ്റിയില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ടോർച്ചടിച്ചപ്പോൾ ആന എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ ഓടി പെരയ്ക്കകത്ത് കയറി. ഇവിടുത്തെ ഒരു ഫെൻസിങ്ങിൻ്റെ കാലുകൾ ഒരു 5-8 മറച്ച് കടിക്കുകയും ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്തെ മരം മറിച്ച് സർവീസ് ലൈനിലേക്ക് അടി. ഫെൻസിംഗ് മുമ്പും പല ഭാഗത്തും തകർക്കപ്പെട്ടിരുന്നു. ഇതു സംബന്ധിച്ച പരാതികളോട് വനം വകുപ്പ് മുഖം തിരിക്കുന്നതായും ആക്ഷേപമുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി കൈമാറാത്തതിനാൽ കരാറുകാർക്കാണ് ഇപ്പോൾ ഉത്തരവാദിത്തമെന്നും തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. തങ്ങൾ ആരോട് പരാതി പറയും എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഫെൻസിംഗ് ശക്തമാക്കിയില്ലെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ബന്ധപ്പെട്ടവരെ ഞങ്ങൾ വിളിക്കുകയും അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ച ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വനം വകുപ്പിന് അത് പിന്നീട് കൈമാറുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് വനം വകുപ്പിന് ഇപ്പോൾ അധികാരം അതിൻ്റെ പരിധി പരിമിതമാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ അധികാരമില്ല. ആ കോൺട്രാക്ടർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അവരാണത് ഫെൻസിങ് പൂർത്തീകരിക്കുകയും അത് യഥാസമയം ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നത് വരെ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു റോളും ഇല്ല എന്നുള്ള രീതിയിലുള്ള മറുപടി വരെ വരുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് ഒരു പരാതി പറയണമെങ്കിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് വനം വന്യജീവിയുമായി ബന്ധപ്പെട്ടിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മറുപടിയും കൂടി ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു. ഇതിന് ഞങ്ങൾക്ക് വലിയ പ്രതിഷേധം ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഇപ്പോൾ ഈ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും ഒരു സംരക്ഷണമില്ല, അല്ലെങ്കിൽ അതിനൊരു മൂല്യമില്ല. ആയതിനാൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ് അവർ എത്തുന്നത് വരെ ഞങ്ങൾ ഇത് കൃത്യമായി ഇത് നടപ്പിലാക്കുന്നവരെ ഞങ്ങൾ സമരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭത്തിലേക്ക്, സമരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് കടക്കും എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. GTV ന്യൂസ്.